മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി വയലത്തൂർ നടന്ന മനുഷ്യനെ ഞെട്ടിച്ച കൊലപാതകം. സ്വന്തം ഉമ്മയെയാണ് 30 വയസ്സുള്ള മുസമ്മിൽ എന്ന് പറയുന്ന മകൻ കൊലപ്പെടുത്തിയത്. വെള്ളിയാഴ്ച 7 മണിയോടു കൂടിയാണ് ഇത്തരമൊരു സംഭവം കൽപ്പകഞ്ചേരിയെ ആകെ ഞെട്ടിച്ചത്. സ്വന്തം ഉമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനു ശേഷം മരണം ഉറപ്പിക്കാൻ വേണ്ടി ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയിലേക്ക് അടിക്കുകയും ചെയ്തു. മകന് മാനസിക രോഗമാണെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. ഉമ്മയെ ഇതിനു മുമ്പും കൊലപ്പെടുത്തണമെന്ന് മുസമ്മിൽ പറഞ്ഞു. ഇറച്ചി വ്യാപാരിയായ അംസയാണ് മുസമ്മിലിന്റെ ഉപ്പ. ഉപ്പയുടെ കൂടെ രാവിലെ കടയിലേക്ക് പോയ മുസമ്മിൽ 7 മണിയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. തുടർന്ന് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം ഉമ്മയായ ആമിന എന്ന 62 വയസ്സുള്ള മാതാവിനെ പിറകിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. ആദ്യം കൊടുവാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും നിലവിളി കേട്ട് പ്രദേശവാസികളെല്ലാം ഓടിക്കൂടിയപ്പോൾ ജീവന്റെ തുടിപ്പോടുകൂടി തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആമിന ഉമ്മയെയാണ് കണ്ടത്. അപ്പോഴെല്ലാം മാനസിക രോഗിയായ മകൻ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇബിലീസിനെ കൊന്നു എന്നാണ് കണ്ടുനിന്നവരോടായി അയാൾ പറഞ്ഞത്. അങ്ങനെ ജീവനു വേണ്ടി പിടയുന്ന ആമിന ഉമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ വേണ്ടി പ്രദേശവാസികൾ വണ്ടി വിളിക്കാനായി പുറത്തിറങ്ങിയ തക്കത്തിൽ മുസമ്മിൽ വീണ്ടും വീട്ടിനകത്തേക്ക് കയറി ഉമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു മരണം ഉറപ്പുവരുത്തുകയായിരുന്നു. ആ അടിയിൽ ഉമ്മയുടെ തല പിളർന്ന് തലച്ചോറ് വരെ പുറത്തേക്ക് വന്നിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്വന്തം ഉമ്മയെ ഒരു മകന് ഇത്തരത്തിൽ ആക്രമിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നതിന് മുസമ്മിൽ ഒരു മാനസിക രോഗിയാണ് എന്നുള്ളതാണ് മറുപടി. സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക 3 ദിവസമായി മുസമ്മിൽ കഴിച്ചിട്ടില്ലെന്നും അതുകൊണ്ടു തന്നെ മുസമ്മിലിന്റെ മാനസിക രോഗാവസ്ഥ മൂർച്ഛിച്ച നിലയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മകനായ 30 വയസ്സുകാരൻ മുസമ്മിൽ തന്റെ ഉപ്പയായ അംസയോട് പറഞ്ഞത് ഞാൻ ഇബിലീസിനെ കൊന്നു എന്നാണ്. അത് ഇബിലീസ് ഒന്നുമല്ലടാ, നിന്റെ ഉമ്മയാണെന്ന് ഉപ്പ ചങ്ക് പൊട്ടി പറഞ്ഞപ്പോൾ അല്ല, ഉമ്മ നേരത്തെ മരിച്ചതാണ്, ഞാനിപ്പോൾ കൊന്നത് ഇബിലീസിനെ ആണെന്നാണ് മുസമ്മിൽ പറഞ്ഞത്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 62 വയസ്സുകാരിയായ മുസമ്മിലിന്റെ ഉമ്മയായ ആമിന ഉമ്മ ഒരിക്കലും നിനക്കാത്ത രീതിയിലാണ് മകൻ ഇത്തരത്തിൽ ഉമ്മയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഈ ദാരുണമായ സംഭവം കൽപ്പകഞ്ചേരിയിലെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. നിരന്തരമായി ഇത്തരം വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ ഇടയാകുന്നതും. ഹംസ ആമിന ദമ്പതികൾക്ക് ആകെ 4 മക്കളുണ്ട്. 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ആകെയുള്ള ആൺതരിയാണ് മുസമ്മിൽ. സഹോദരിമാരായ 3 പേരെയും വിവാഹം കഴിപ്പിച്ചയച്ചു. മുസമ്മിലിന്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇറച്ചി വ്യാപാരിയായ ഉപ്പയുടെ കൂടെ കടയിൽ ജോലി ചെയ്യുന്ന ആളാണ് മുസമ്മിൽ. ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കടയിലേക്ക് പോയ മുസമ്മിൽ 7 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഉമ്മയെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ? അല്ലെങ്കിൽ വീട്ടിലെത്തിയ മുസമ്മിലിന് തൻ്റെ രോഗാവസ്ഥ മൂർച്ഛിച്ച കാരണം അത്തരമൊരു അവസ്ഥയിലേക്ക് മുസമ്മിലും എത്തിപ്പെട്ടതാണോ എന്നുള്ളതിലും വ്യക്തത വന്നിട്ടില്ല. വല്ലാത്ത ദുഃഖം നൽകുന്ന വാർത്ത തന്നെയാണിത്. പെറ്റുപോറ്റി വളർത്തിയ സ്വന്തം മകന്റെ കൈകൊണ്ട് തന്നെ മാതാവിന് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് പോലും സഹിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരു മാതാവിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ. മുസമ്മിൽ എന്ന് പറയുന്ന 30 വയസ്സുകാരന് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുവാനുള്ള കാരണമായി പറയുന്നത് ഉമ്മ ഇബിലീസ് ആയിരുന്നു എന്നുള്ളതാണ്. മകന്റെ മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് പോലീസും പറയുന്നത്. എന്നാൽ അതിദാരുണമായി സ്വന്തം മാതാവിനെ കൊടുവാളുകൊണ്ട് വെട്ടുകയും പിന്നീട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാതാവിന്റെ തലയിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് അടിച്ചു മരണം ഉറപ്പുവരുത്തുകയും ചെയ്ത മകൻ മുൻപ് മയക്കുമരുന്നിന് അടിമയായിരുന്നു. പിന്നീട് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നെല്ലാം മോചിതനായ മുസമ്മിൽ അതിനുശേഷം ഗൾഫിൽ പോയപ്പോൾ അവിടെ നിന്നാണ് മാനസിക രോഗത്തിന്റെ തുടക്കം മുസമ്മിലിനുണ്ടാവുന്നത്. മാനസിക പ്രശ്നങ്ങൾ ഊർജിച്ചതോടുകൂടി ഗൾഫിൽ നിന്ന് നാട്ടിൽ വരികയും പിന്നീട് ചികിത്സ തേടുകയുമായിരുന്നു. അങ്ങനെ വർഷങ്ങളായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് മുസമ്മിൽ. ഈ ഇടയ്ക്ക് 3 ദിവസം മരുന്ന് കഴിച്ചിട്ടില്ലെന്നും അതുമൂലം തന്നെയാണ് മുസമ്മിലിന് രോഗം മൂർച്ഛിച്ചതും എന്നുള്ള വാർത്തയാണ് പിറകെ വരുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു 1 മാസം മുമ്പ് താമരശ്ശേരിയിൽ നിന്ന് നമ്മൾ കേട്ട അതിദാരുണമായ സംഭവവും. 25 വയസ്സുള്ള ആഷിഖ് എന്ന മകൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സ്വന്തം ഉമ്മയായ സുബൈദയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്.
അന്ന് നമ്മൾ ഒരുപാട് വിഷമിച്ചതാണ്. ഇത്തരത്തിൽ ഒരു ഉമ്മക്കും ഇങ്ങനെ ഒരു ഗതികേട് വരരുതേ എന്ന് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചതാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് ഇത്തരത്തിൽ ഇവരുടെ മാനസിക നില തന്നെ തെറ്റിക്കുവാനുള്ള കാരണം. അത്തരത്തിൽ തന്നെ മുസമ്മിലിന് മുമ്പ് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാർത്ത അറിയാൻ സാധിച്ചതും ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം തന്നെയാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം നമ്മുടെ നാട്ടിൽ വ്യാപകമായി മാറിയിരിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവരെ പോലും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അത് ലഭിച്ചില്ലെങ്കിൽ ക്യാഷിനു വേണ്ടി എന്ത് ആക്രമണവും ചെയ്യാൻ മടിക്കാത്ത തരത്തിലേക്കും നമ്മുടെ മക്കൾ മാറിപ്പോകുന്നു. ഇതെല്ലാം നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം എത്രയെത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്ര കുടുംബ ബന്ധങ്ങളാണ് നഷ്ടമായി കിടക്കുന്നത്. ഈ ലഹരി മാഫിയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാതെ നമ്മുടെ നാട്ടിൽ നിന്നും അത് തുടച്ചു മാറ്റണം. അല്ലാതിരുന്നാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താവും? നമ്മുടെ ജീവിതം മുന്നോട്ട് ഇനി എന്താവും? ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പേടിച്ചരണ്ട് ജീവിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ആർക്കും അധ്വാനിക്കാൻ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് പണക്കാരനാവണം. അതിനു പറ്റിയ പണിയാണ് ഈ ലഹരി വിൽപ്പന. ആണും പെണ്ണും കുട്ടികൾ എന്ന് വേർതിരിവില്ലാതെയാണ് ഇപ്പോൾ ലഹരി കച്ചവടം നടക്കുന്നത്. ഇതേപോലെ തന്നെ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. മാനസിക നില തന്നെ തെറ്റി അത്തരത്തിൽ ജീവിക്കുന്നത് ഒരിക്കലും നനച്ചിരിക്കാതെയാണ് തൻ്റെ സ്വന്തം മകന്റെ പിന്നിൽ നിന്നുള്ള ആക്രമണം ഈ ഉമ്മ നേരിട്ടത്. ഒരിക്കലും ഒരു ഉമ്മക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ. ലഹരിക്കടിമയായ മക്കളുള്ള വീട്ടിൽ മാതാപിതാക്കളും കുടുംബവും മക്കളെ പേടിച്ച് ഇയാളെ പേടിച്ച് ഇങ്ങനെ കഴിയേണ്ടി വരുന്ന ഗതികേട് എത്രത്തോളമാണ്. മകനിൽ നിന്ന് ഭാര്യയ്ക്ക് സംഭവിച്ച കാര്യമറിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അംസ എന്ന പിതാവിനോട് തൻ്റെ മകനായ മുസമ്മിൽ പോയി പറഞ്ഞത്, ഉപ്പ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? ഞാൻ ഇബിലീസിനെയല്ലേ കൊന്നത്, അപ്പോൾ സന്തോഷിക്കുകയല്ല വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് നാട്ടുകാരോടും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് വളരെയധികം വിഷമമാണ്. കാരണം ഒരു പാവപ്പെട്ട കുടുംബമാണ്. കുടുംബത്തിന്റെ ഏക അത്താണിയായിട്ടുള്ള ഒരു മകനും കൂടിയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ അപകടത്തിലാണ് നമ്മുടെ മേഖലകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകളൊക്കെയുള്ളവരെ കണ്ടെത്തി അതിന് തക്കതായ ട്രീറ്റ്മെന്റുകളൊക്കെ നൽകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ മേഖലയിൽ തിരഞ്ഞെടുത്ത് നടത്തേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഇത്തരത്തിലുള്ള മരണത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികളെ ചീത്ത ദുശീലങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ.